നീ ഇപ്പൊ എന്താ പറഞ്ഞു? അപ്പൊ നീ വേണമെന്ന് വെച്ചു എന്നാണോ പറയണേ? നമുക്കൊരു ഡ്രൈവിന് പോയാലോ? ഇതൊക്കെ വലിയ റിസ്കാ. ഹേയ്, അതൊക്കെ തുടക്കത്തിൽ തോന്നാ. ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. പിന്നെ അത് പിന്നെ ഫ്ലാഷ് ബാക്ക്. കർത്താവേ, നൈസ് ഒരു വെച്ച്. എന്ത് പറ്റി? ഹായ്, എന്റെ കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. പോണ വഴിക്ക് എനിക്കൊരു ലിസ്റ്റ് തരാമോ? ഫുൾ പ്ലാൻസ് കൊളായി. അതാ. കർത്താവേ, ഞാനീ കാണതൊക്കെ സ്വപ്നാണ്. കറുത്ത ഗൗണിട്ട് മഹാലക്ഷ്മി റോട്ടിൽ വന്നിട്ട് നിൽക്കും. ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞാണാവും. ഡിവോഴ്സ് ആയാലും മതിയാവും. ഹലോ, ഓക്കെ ഓക്കെ, ലിഫ്റ്റ് തരാലോ. എങ്ങോട്ടാ? അടുത്ത് തന്നെയാ, ഹൈവേയിലാ. വിഷൻ വേറെ ആയിട്ടും ജോണിന്റെ പിന്നാലെ നടന്ന് ലവ് ലെറ്റർ തന്നെ വീഴ്ത്താൻ നോക്കി. ലാസ്റ്റ് ആ വർഷം അവസാനം എന്റെ അച്ഛന് ട്രാൻസ്ഫർ ആയി. സ്കൂളിൽ നിന്ന് പോയ നീന. ജോസഫ്, ചേടാ, എന്നാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ മാറൂ. നമ്മുടെ 96 മൂവി ഉണ്ടല്ലോ, ഞാൻ 6 തവണ തിയേറ്ററിൽ പോയി കണ്ടു. അത് കാണുമ്പോ എപ്പോഴും അതെ നമ്മുടെ കഥ പോലെ തോന്നും എനിക്ക്. അതിന് ഞാൻ എന്നോട് യെസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ 96 ഓർക്കാൻ. ഏറെ പോയ പടക്കത്തിന്റെ ആണോ നീ എക്സ്പയറി ഡേറ്റ് നോക്കുന്നത്? അത് വിട്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാനത് വിട്ടു. ഞാൻ നിന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ.